അവിടെ നിൽക്കണം. എന്താണ് ഇവിടെ ഉണ്ടായത്? ആ സുലുവിനെ എന്തിനാ ഓടിച്ചു വിട്ടത്? പറയാൻ. എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? ഇതിപ്പോ 5ാമത്തെ ആളെ നിങ്ങളൊക്കെ കൂടെ ഓടിച്ചു വിടുന്നു. നിന്നെ കൊണ്ടൊക്കെ പറയിക്കാൻ പറ്റുമോ നോക്കട്ടെ. പറയണം. കുട്ടികളെ പോലെ അല്ലല്ലോ 3 കയ്യിലിരിപ്പ്. ആ ഉണ്ണിയേട്ടന് എത്ര കഷ്ടപ്പെട്ടാന്നറിയോ ആ സ്ത്രീയെ തപ്പിയെടുത്തോണ്ട് വന്നു. നിന്നെയൊക്കെ നീ ഒന്ന് അടങ്ങ്. നീ ഒന്നേ ഞാൻ ചോദിക്കാം. ഫാദർ എപ്പോഴും പറയാറില്ലേ മക്കളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ആരാ? എനിക്കിന്ന് ചാച്ചനാ. അല്ല, ഞങ്ങളുടെ മമ്മയും പപ്പയും മരിച്ചുപോയി. അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്നും വരില്ലായിരുന്നു. ചാച്ചനോട് ഞങ്ങൾ പിണക്ക. വേണ്ട ചാച്ചന്. ഇത് വലിയ കഷ്ടമായല്ലോടാ. നീ ഇങ്ങനെ ആയാലോ ബെന്നി? വിഷമമുണ്ട് ഫാദർ. അവർക്ക് വേണ്ടിയല്ല ഞാനതൊക്കെ ചെയ്യുന്നത്. അവർക്ക് ആരുമില്ലെന്നുള്ള തോന്നല് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് കരുതിയ എക്സാം പോലും എഴുതാതെ ഞാൻ വന്നത്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ എന്നെ ഇഷ്ടമല്ലെന്ന്. എടാ ബെന്നി, ആ കുഞ്ഞുങ്ങളിൽ ഏറ്റവും മൂത്തതിന് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അത് ഓർക്കണം. അമ്മയും അപ്പനും അവർക്ക് ഒരുമിച്ച് നഷ്ടമായത്, അതും പ്രതീക്ഷിക്കാത്ത സമയത്ത്. കുട്ടികൾക്ക് ഡെസ്പറേഷൻ കാണും. അത് ശാസിച്ചും വടിയെടുത്തും എപ്പോഴും നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പന്റെ കുറവേ നിന്നെ അകത്തുന്നുള്ളൂ. ഇപ്പോ നിന്നിലൊരു അമ്മയും കൂടെ അവർക്ക് കാണാൻ കഴിയണം. ചെല്ല്, പോയവരെ സ്കൂളിൽ പോകാനൊരുക്ക്. ആ ചാടി ഇറങ്ങടാ. താൻ പൊയ്ക്കോ. ഡാഡി ചോദിച്ചാ ഞാനൊരു ഫ്രണ്ടിനോട് പോയെന്ന് പറഞ്ഞാൽ മതി. ചാച്ചൻ ഇന്ന് മുതൽ ഓഫീസിൽ പോകാൻ പോവുക. അതുകൊണ്ട് വരാൻ വൈകും. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോന്നോണം. എവിടെയും കറങ്ങി നടക്കരുത്. പറഞ്ഞ കേട്ടോ? വേഗം ചെല്ലിപ്പോ. ക്യാപ്പ് ഇങ്ങോട്ടോടാ. ഹായ് ബെന്നി. ഏതാ ഇവര്? ചേച്ചിയുടെ കുട്ടികളാ. ഓ, ഇവരുടെ പാരന്റ്സ് അല്ലേ ആക്സിഡന്റ് മരിച്ചത്? Poor kids. No thanks. ടാറ്റാ. ശരി. ഈ ബെന്നി, എന്നെ ഒന്ന് സ്പെൻസർ പ്ലാസ് വരെ ഡ്രോപ്പ് ചെയ്യാവോ പ്ലീസ്? സോറി, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റാ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഡാഡിയോട് ഞാൻ പറഞ്ഞോളാം. അതെ, പിന്നെ ലെറ്റ്സ് ഗോ. കം ഓൺ. വാ. സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഫീസ് തരിക. അങ്ങനെയാണോ? ആ കറക്റ്റ്. ആ പോട്ടെ. ആ ഇനി ക്ലച്ച് ഓഫ് ചെയ്യൂ. ആ മതി. മുന്നോട്ട് നോക്കി ഓടിക്കൂ. എന്നെ നോക്കണ്ട, മുന്നോട്ട് നോക്കി ഓടിക്കൂ. അതാ ഇൻഷുറൻസിൽ എത്ര കഴിവ് കുറുകെ നടന്നു. ഇനി റിവേഴ്സ് ഗിയർ ഇട്ട് വണ്ടി പുറമോട്ട് എടുക്കൂ. ക്ലച്ച് വിട്ടു. ആ മിസ്റ്റർ ഷൺമുഖം, എടാ ക്വാർട്ടറെ എന്താ സാറേ? ഇറങ്ങി ബാക്ക് നോക്കടാ. റെഡിയാ സാറേ. ആശാനെ ബാക്കല്ലേ നോക്കേണ്ടത്? അതേടാ. മിനി ക്ലച്ച് ഓഫ് ചെയ്ത് റിവേഴ്സ് ഗിയർ ഇടൂ. അടി. നീ എന്റെ ഗിയർ ബോക്സ് പൊളിച്ചടുക്കും. ഇങ്ങനെയാണോ ഞാൻ റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ചെന്ന്? ഇതാ നോക്കൂ. എടാ ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ സാറേ. പോരട്ടെ. ബാക്ക് ഓക്കെ. ഡബിൾ ഓക്കെ. പോരട്ടെ. മുട്ടി. അയ്യോ ബമ്പർ. ഞാൻ നന്നായിട്ട് മുട്ടി നിൽക്കണ സാറേ. ഇനി 1 ഇഞ്ച് പോലും പിന്നോട്ട് വരില്ല. നിന്നോട് ബാക്ക് ഓക്കെ ആണല്ലേ പറഞ്ഞു. നീ എവിടെയാ നോക്കിയത്? ബാക്കിൽ തന്നെയാണ് നോക്കിയതാ സാറേ. ഓക്കെ ആയിരുന്നു. അയ്യോ അടിക്കരുത്. വണ്ടി നന്നാക്കിയതാടാ.
ബെന്നി ഈ ബൈക്ക് എന്താ കാർ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ഉടനെ ഒരു മെക്കാനിക്കിനെ വിളിച്ചില്ലെങ്കിൽ കൊച്ചമ്മമാരെല്ലാം കൂടെ എന്നെ ബ്രേക്ക് ഡൗൺ ആക്കും. ഉണ്ണിയേട്ടൻ എനിക്ക് ഓഫീസ് പോകണം, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ബെന്നി ഈ ബൈക്ക് എന്താ എനിക്ക് ഓഫീസ് പോകണ്ടേ? എന്റെ ഓഫീസ് പൂട്ടും. പിന്നെ ഉണ്ണിയേട്ടൻ പോ എനിക്ക് വേണ്ടി. കൊച്ചമാർക്ക് ഓഫീസിൽ പോകണം. കൊച്ചമാരുടെ അടുത്ത് പോകാൻ പറ. കൊച്ചമാർ എങ്ങോട്ട് പോകും? പിന്നെ ഞാനെന്ത് ചെയ്യും? വീട്ടിൽ പോ. ആഹാ ഷൺമുഖം കൈവച്ചപ്പോ സ്റ്റാർട്ട് ആവുന്നുണ്ടല്ലോ. അത് പിന്നെ ഉണ്ണിയാസാനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഞാനല്ലേ. ഒരു കണക്കിന് ഉണ്ണി എന്റെ ശിഷ്യനാ. ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ഓക്കേ. ഒന്ന് സഹായിക്കട്ടെ എന്റെ ഉണ്ണിയേട്ടൻ ഞാനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ബ്രേക്ക് ഡൗൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോകുന്നു. ഇനി കുഴപ്പമില്ലല്ലോ. അയ്യോ ഇനിയാണ് കുഴപ്പം. ആ ഷൺമുഖ എൽബോർഡാണ്. പുറകെ വിട്ടില്ലെങ്കിൽ 3 കൊച്ചമ്മമാരുടെ ജീവന് ഞാൻ ഉത്തരം പറയേണ്ടി എന്റെ വരും. ഉണ്ണിയേട്ടൻ എനിക്ക് ഓഫീസിൽ പോകണം. എനിക്ക് ഓഫീസിൽ പോകണ്ടേ? ഇന്ന് ഓഫീസിൽ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പോകേണ്ടി വരത്തില്ല. ഒരിക്കലും പോകണം. ഉണ്ണിയേട്ടൻ അവിടെ നിൽക്കാൻ. I didn't say major babes, Johnny. I said majorist babyum. വണ്ടിക്ക് 1500 രൂപയുടെ പണിയായി. നാളെ രാവിലെ 10 മണിക്ക് തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാശ് എത്തിച്ചോളണം. എനിക്ക് രാവിലെ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള. ഞാൻ പറഞ്ഞ പോലെ കേട്ടോ? കേട്ടോന്ന് ജിനു ആ ടിവിയുടെ ഓണം കുറയ്ക്കേ. നാളെ രാവിലെ എന്റെ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ വണ്ടി എന്റെ മൊത്തം പോയി കിടക്കുക. അതെ വണ്ടി എടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കണ്ട കൊച്ചമ്മമാരെ തൊട്ടുരുമി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ അല്ല. നീ എന്നെ എന്തുകൊണ്ടെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുത്. ഞാനൊരു ഡ്രൈവിംഗ് കോളേജിന്റെ ഓണറാണ്, അറിയാം. ടാറ്റയും ബിർളയും ഒന്നും അല്ലല്ലോ. താൻ വണ്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ തന്റെ ഇവിടുത്തെ പൊറുതി ഞാൻ അവസാനിപ്പിക്കും. ഇവിടുന്ന് തമാശ പറയാതെ. അല്ല കാര്യമായിട്ട് പറഞ്ഞതാ. ദൈവമേ. എടാ ബെന്നി, ഒന്നുമില്ലല്ലോ ഞാനും നിന്റെ അളിയനും പെങ്ങളുമായിട്ട് എത്ര കാലം കഴിച്ചതാ. അതെന്താ കാലത്തിന് ഇത്ര നീട്ടം? അതെ ഒരു കോട്ടുവാ ക്രോസ് ചെയ്താ. ഇങ്ങനെ നിന്നാ മതിയോ? കുഞ്ഞുങ്ങൾക്ക് വിശക്കത്തില്ലയോ? അയ്യോ കൂടുതൽ സൂചിപ്പിക്കല്ലേ. ഒരു കാര്യം ചെയ്യും, ഈ ചപ്പാത്തിയും ഈ കറിയും വേഗം കൊണ്ട് ടേബിൾ പോയി. അതങ്ങ് പള്ളി. വെട്ടി വിഴുങ്ങു കുഞ്ഞുങ്ങളെ. അയ്യേ ചപ്പാത്തിയോ? എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. എനിക്കും വേണ്ട. 3 പേർക്കും വേണ്ടേ? വേണ്ട വേണ്ട. ചാച്ചാ ചാച്ചാ ഞങ്ങൾക്ക് ഒന്നും തരാതെ ഉണ്ണിയങ്ങൾ എല്ലാം കഴിക്കാം. അത്രക്കായ വാ. തനിക്ക് വെട്ടിവഴിക്കാനല്ല ഞാനിതെല്ലാം ഉണ്ടാക്കിയത്. ഭക്ഷണമല്ലേ വെറുതെ കളയണ്ടെന്ന് കരുതി. ആണോ? എണീക്കണോ? എണീക്കാൻ. ഇവർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടാ. അയ്യോ ഞങ്ങൾ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ പച്ചക്കള്ളം പറയാ. ഇത് വിളിച്ച കേട്ടോ പോടാന്ന്. ഓടോ നാണമില്ലല്ലോടെ മൂത്ത് അരച്ചിട്ട് പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കാൻ. നിങ്ങൾ അവിടെ ഇരിക്കാം. വാ കഴിക്കും. അതിപ്പോ അങ്ങനെ കഴിക്കണം. വായു ഭക്ഷിച്ചാ മതി. സക്സസ് ആശാനെ സക്സസ്. ഫസ്റ്റ് ബോൾ ഇടാനറിയാത്ത നമ്മളെ ഡോക്ടറെ ഭാര്യ ഇന്ന് ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും വിട്ടിട്ട് എന്നോട് ചോദിക്കാ ഇനി ഞാൻ ഏതാ ഇടാനുള്ളതെന്ന്. ഞാൻ എന്താ പറയാ? നമ്മളെ ഓമന ചേച്ചിന്ന് എല്ലെടുത്തു. എല്ലല്ല എച്ചെടുത്തു. പക്ഷെ ഞാൻ കുറെ പാടുപെട്ടു. അയ്യോ ആശാന്റെ മുഖത്ത് എന്താ ഒരു പാട്? കഷ്ടപ്പാട്. കണ്ടു നീരില്ലേ? ഇപ്പൊ നിന്റെ മുഖത്ത് എന്ത് പറ്റി? അടിപറ്റി. അതാ എനിക്ക് പറ്റിയത്. നീ പോയ ടയർ 4 വലിച്ച് മുറി കൊണ്ടുവയ്ക്കണ പോടാ. എന്തെങ്കിലും ഏർപ്പാടാസനെ കാണിക്കുന്നത്? ആ സി കാരുടെ കാശം കൊടുത്തൂടെ? ഇത് വെറും തെണ്ടിത്തരായിപ്പോയി. വൈകിട്ട് ഇറക്കണം, രാവിലെ കയറ്റണം. രണ്ടും കൂടെ എന്നെ കൊണ്ട് പറ്റത്തില്ല. എടാ പാഷാണത്തിലെ കൃമി അഴിച്ചു വെക്കടാ. ആശാന്റെ മുഖത്ത് തന്നെ ഷേവ് ചെയ്ത് പഠിക്കണോ? അയ്യോ കഷ്ടം. ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നത്. എന്താ ചാച്ചനെ ഒന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തോട്ടെ? എന്താണ് ചേച്ചിക്ക് പതിവില്ലാത്തൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി? ഹലോ ചേട്ടന്മാരെ വാ 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 വാ. എന്തിനാ നിങ്ങൾ ഇവിടെ പറഞ്ഞു വിട്ടത്? എന്താ കാര്യം പറ. ഞങ്ങൾക്ക് 300 രൂപ വേണം. 300 രൂപയോ? എന്തിനാ? നാളെ സ്കൂളിൽ നിന്ന് എല്ലാവരെയും പിക്നിക്കിന് കൊണ്ടുപോവാ. അതിന് ഞാൻ നിങ്ങളെ പിക്നിക്കിന് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതൊക്കെ മതി. എല്ലാരും പോകുമ്പോ അങ്ങനെ എല്ലാരും തുള്ളുന്ന പോലെ എന്റെ മക്കൾ തുള്ളണ്ട. മിണ്ടാതെ പോയി കിടന്നുറങ്ങും. ചെല്ലു പോ.
ചാച്ചന് നമ്മളോട് ഒട്ടും സ്നേഹമില്ല. നാളെ സ്കൂളിൽ നിന്ന് എല്ലാവരും പോകുമ്പോ നമ്മൾ മാത്രം. ചാച്ചന്റെ കയ്യില് പൈസ ഉണ്ടാവില്ല. നമ്മുടെ പപ്പയും അമ്മയും മരിക്കണ്ടായിരുന്നല്ലേ. വാ കിടക്കാം.